അത് ഇപ്പോ ജം സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ടി പി ശ്രീനിവാസന് അങ്ങനെ ഒരു മർദ്ദനമേൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ഞങ്ങളത് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ആ ഘട്ടത്തിൽ തള്ളി പറഞ്ഞതാണ്. അത്തരത്തിലുള്ളൊരു മർദ്ദനം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ആ മർദ്ദനം ഉണ്ടാവാനുള്ള കാരണം സമരല്ല മർദ്ദനം ഉണ്ടാവാനുള്ള കാരണം. വൈ ഡോണ്ട് യു റിമൂവ് ദീസ് ബാസ്റ്റഡ്സ് ആൻഡ് മേക്ക് വേ? ഈ SFI പട്ടികൾ കുരക്കുന്നത് കേട്ടില്ലേ? ഇതാണ് അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു ഭാഷ. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു മോശമായിട്ടുള്ള പദപ്രയോഗമാണ്. എനിക്കറിയില്ല ഡിപ്ലോമാറ്റിക് ഭാഷയിൽ ഈ പറയുന്നത് മഹത്തരമായിട്ടുള്ള എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഡിപ്ലോമാറ്റ് ആയിരുന്നല്ലോ, അതെനിക്കറിയില്ല, അതിന്റെ അറിവിന്റെ പരിമിതിയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം പദപ്രയോഗമാണ്. അങ്ങനെ വന്നാൽ തന്തക്ക് വിളിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പട്ടികളെ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അത് കേട്ടു നിൽക്കാനുള്ള സഹിഷ്ണുത എല്ലാ സമയത്തും ഒരാൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ആ സമയത്ത് ഒരു പ്രകോപനം ഉണ്ടാവുമ്പോൾ ചിലപ്പോ അത്തരത്തിലുള്ള തിരിച്ചും ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ്. സഭയില്ല, ഇത്തവണയും അവിടെ സജീവമായിട്ടുള്ള പരിഗണനയിലൊക്കെ അത്തരം പല തവണയും വന്നിട്ടുണ്ട്. മുമ്പും അത്തരത്തിലുള്ള ഇപ്പോൾ ഇതിലൊരു എന്താണെന്ന് വെച്ചാൽ നമ്മള് 2009 ശേഷം SFI ഭാരവാഹികൾ ആ നിലക്ക് തുടർന്നു പോയിട്ടില്ല. കാരണം SFI ഭരണഘടന അനുസരിച്ച് മുമ്പ് വർഷത്തിലൊരിക്കലായിരുന്നു SFI സംസ്ഥാന സമ്മേളനം വരെ നടക്കേണ്ടത്. അത് പിന്നീട് നമ്മുടെ ഭരണഘടന ഭേദഗതി വരുത്തി 2 വർഷത്തിലൊരിക്കൽ സമ്മേളനം എന്നുള്ള നിലയിലേക്ക് മാറി. അപ്പൊ ആ ഘട്ടം മുതൽ എനിക്ക് തോന്നുന്നു അവസാനം PB ജു ആണ് 2008, 2009. അത് കഴിഞ്ഞിട്ട് 2009 ശേഷം വീണ്ടും ആദ്യം 8, 2009 പ്രസിഡന്റായും പിന്നെ 2009 സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് PB ജു ആണ്. അതിനുശേഷമുള്ള ഭാരവാഹികളാരും തുടർച്ചയായിട്ട് അടുത്ത സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല.